തിരുവനന്തപുരത്ത് 50 വയസ്സുകാരനായ കാമുകനെതിരെ 17 വയസ്സുകാരിയുടെ കൊട്ടേഷൻ. അഴീക്കോട് സ്വദേശി റഹീമിനാണ് 4-അംഗ സംഘത്തിന്റെ മർദ്ദനമേറ്റത്. ആക്രമണത്തിൽ റഹീമിന്റെ വലത് കൈയും വലത് കാലും ഒടിഞ്ഞു. പെൺകുട്ടിയുടെ ബന്ധു ഉൾപ്പെടെ 4 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. 17 വയസ്സ് പ്രായമുള്ള പെൺകുട്ടിയുടെ ആൺസുഹൃത്തിന്റെ പ്രായം 50 വയസ്സാണ്. അഴീക്കോട് സ്വദേശിയായ റഹീം. ഇരുവരും തമ്മിൽ പരിചയത്തിലായിരുന്നു. ഈ പെൺകുട്ടി റഹീമിന് മെസ്സേജ് അയക്കുന്നതും മറ്റുമൊക്കെ പെൺകുട്ടിയുടെ ബന്ധുവായ മനോജിന് അറിയാമായിരുന്നു. ഇന്നലെയാണ് പെൺകുട്ടി ഫോണിൽ വിളിച്ച് റഹീമിനെ തിരുവല്ലത്തുള്ള ജഡ്ജിക്കുന്നിലേക്ക് വരാൻ പറയുന്നത്. അവിടെ പെൺകുട്ടി ആ ജഡ്ജിക്കുന്ന് ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്നു. റഹീം എത്തുമ്പോൾ ഒപ്പം തന്നെ ഈ ബന്ധു ഉണ്ടായിരുന്നു. ബന്ധുവിന്റെ സുഹൃത്തുക്കൾ, മനോജിന്റെ സുഹൃത്തുക്കളും ആ ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്നു. ഈ പെൺകുട്ടിയുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിക്കണമെന്ന് റഹീമിനോട് ബന്ധുക്കൾ പറയുകയും ചെയ്തു. പക്ഷേ റഹീം അതിന് തയ്യാറായിരുന്നില്ല. പിന്നെ അത് തർക്കമായി, പിന്നെ അടിപിടിയിൽ കലാശിക്കുകയായിരുന്നു. റഹീമിനെ ക്രൂരമായി മർദ്ദിച്ചു. റഹീമിന്റെ വലതു കൈയും വലതു കാലുമൊക്കെ മനോജിന്റെ സുഹൃത്തുക്കളും ചേർന്ന് അടിച്ചൊടിച്ചു എന്നാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരം. അയാൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിലാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് അയാളെ അപ്പോൾ തന്നെ കൊണ്ടുപോവുകയും ചെയ്തു. ഈ മർദ്ദനത്തിന് ശേഷം മനോജും സുഹൃത്തുക്കളും അവിടെ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു. അതിനുശേഷം തിരുവല്ലം പോലീസ് ഇത് വിശദമായി അന്വേഷിച്ചതിന് ശേഷമാണ് 4 പേരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. മനോജിന്റെ സുഹൃത്തുക്കളായ 3 പേരെയുമാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ ബന്ധം ഉപേക്ഷിക്കുന്നതിന് വേണ്ടി ഈ പെൺകുട്ടി കൊട്ടേഷൻ കൊടുത്തതാണ് എന്നുള്ളതാണ് നമുക്ക് പോലീസിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം. എന്തായാലും പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് കേസെടുത്തിട്ടുണ്ട്. ഈ 4 പേരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഈ റഹീമിനെതിരെ പോക്സോ കേസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരാനുള്ള സാധ്യതയുമുണ്ട്.